ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു PvP പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത് അവനത് തോൽക്കാറായി. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് അവൻ ശ്രമിച്ചത്. അപ്പോൾ മനസ്സിലായി ഫ്രണ്ടാണ്. അവൻ ചാവാൻ താല്പര്യമില്ല. ഇത് കാരണം അവന് ഫ്രണ്ടാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടായി. അപ്പോൾ ഇപ്പം അവൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫ്രണ്ടായ പോലെ അഭിനയിച്ചിട്ട് നമുക്ക് അവനെ കൊല്ലാം. എൻ്റെ ഐഡിയ അതെന്തായി അവൻ ചത്താ? ആര് ജയിച്ച്? ഇതപ്പം ഉണ്ടായി. അവനവിടെ ഇത് വിടട്ടെ. അവന് ഇങ്ങോട്ട് വേണ്ടതാണല്ലോ. കാണണ്ടോ? അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതെന്താ ഹീറോ പോയിന്റ് ഇഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു പ്രാക്ടീസ് കൊണ്ട് കളിച്ചാൽ അത് നിർത്താം. പ്രാക്ടീസായി 1 മിനിറ്റ് പോയിട്ട് ഈ പ്രാക്ടീസിങ് കഴിഞ്ഞതൊക്കെ ഒരു ബെഡ് വർക്ക് വെച്ച് നിർത്താം. ഇവനടുത്ത് ഞാൻ ഫ്രണ്ടാക്കിട്ടോ. ഞാൻ ഇടയ്ക്ക് മിണ്ടാക്കിയത് മൈൻഡ് ചെയ്യണ്ട. ഫ്രണ്ട്സ് വെച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറില്ല. മൈൻഡ് ചെയ്യണ്ട. കാനം മേളിക്ക് പോയി ഇരുന്ന് പുറത്ത് എന്താ കാണിച്ചതാണ്? ഞാൻ ഫ്രണ്ടായിട്ടാണോ അതോ ഫ്രണ്ടായി പഞ്ഞിക്കണോ ഇതാണോ? പഞ്ഞിക്കിടുവോ? ചില പേടിയുണ്ട്. ഇവനൊരു ട്രാപ്പ് വെച്ചാൽ എൻ്റെ ഐഡിയ. ട്രാപ്പ് വെച്ചാൽ നമുക്ക് എല്ലാവരും കൊടുക്കാൻ നോക്കാം. എന്തോ കാണിക്കണം. SP ബോക്സ് കിട്ടാം. അതോടെ അവിടെ കിട്ടിയാ നമുക്ക് കാണുക. അയ്യോ കറുത്ത് ഇതിപ്പോ പൊട്ടിച്ച് വെളിയിലൊക്കെ ഭയങ്കര കാടാ. നല്ല അടി കിട്ടി. താഴത്തേക്കറി നമ്മളതിൻ്റെ മുകളിൽ പോയി. അപ്പം അവൻ്റെ അടുത്തേക്ക് ഒരു SP ബോട്ടിൽ ഒട്ടിക്കണം. നമ്മൾ ബാക്കോട്ട് അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ എൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിങ്ങനെ പോവാം. ഒബ്സിഡിയൻ വെച്ചിട്ട് വേറെ ബിൽഡിംഗ് ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. നേരെ വെച്ച് നോക്കുക. ഒബ്സിഡിയൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഇവിടെ വയ്ക്കാം. നമുക്കിവിടെ SP ബോർഡ് കൊടുക്കാൻ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് അവൻ്റെ അടുത്ത് കൊടുത്തിരുന്നു. അവനോട് കൊടുക്കുക. പിന്നെ ചതിച്ചാലോ? ചതിക്കാം. തള്ളിയിടരുത്. ഇങ്ങനത്തെ ഓപ്ഷൻസ് ചേട്ടാ വീഡിയോ കസ്റ്റമേഴ്സ് ആയിട്ടോ. ആരും വിചാരിക്കണ്ടോ ഇത് വേറെ ആളാണല്ലോ. ഞാൻ കണ്ടത് വേറെ ആളാണ്. ഞാൻ വിചാരിക്കണ്ടത് എന്താ മുകളിലോട്ട് വേണം. പിന്നെ ഗ്ലാസ് വെച്ചിട്ടേ പൊട്ടിക്കാൻ തരില്ലേ? പൊട്ടിക്കാൻ പറ്റില്ല. അത് പൊട്ടിക്കാൻ തന്നെ മുകളിൽ എന്നോടോയി ഹായ് തെല്ലെന്തൊക്കെ അവൻ ഷീൽഡ് എടുത്ത് വെച്ചാൽ നമുക്ക് ഷീൽഡ് കിട്ടില്ല.
ആറുമണിക്ക് പൊട്ടിക്കുക. നമുക്ക് ഇങ്ങനെ വീട്ട് ചെറുത്ത വിളിച്ചിട്ടാ അവൻ ജയിക്കണേ ജയിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പം ഒന്നുമില്ല. മാറ്റും. ഓക്കെ, ഇനി ഇങ്ങോട്ട് ചെന്നിട്ട് ഇഷ്യൂ നോസലൈന് വന്നതിനോട് തോട്ടം വെക്കി എന്താ ജസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് കഥകളൊക്കെ മാറ്റിയിട്ടുള്ള പാൻറ്റേക്കാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇവൻ നൈസിലാണ് തല്ലുന്നു. ഹാർബർ ഒഴിക്കല്ലേ, പറയാൻ പറ്റില്ല. നമുക്ക് ഒരു സാധനത്ത് മാറ്റാം, ബോർഡ് മാറ്റാം. വേണ്ട, പിക്കാക്സ് എടുത്ത് മാറ്റാം. പിക്കാക്സിൽ പോകാൻ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ബോർഡ് ഇട്ടിട്ട് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ ചാടാം. പറ്റില്ല. വാക്കെടുക്ക പിന്നെ ഒന്ന് കേറിയിട്ടിരുന്ന ഹാർബറിടാം. നമുക്കിത് കഴിക്കാം. അവന് വിചാരിക്കുന്നുണ്ടാവും. ഹലോ മൈ ഫ്രണ്ട്, പൊട്ടിക്കരുത്. അങ്ങനെ എങ്ങനെയാ ഇത് കിട്ടിയത്? അതിന് പറിക്കാൻ പറ്റുമോ? അവനെന്താ ഹാർബറില് അവൻ 2 ഹാർബറിട്ട് ഞാൻ 2 ഹാർബറിട്ട് സെയിം ടു സെയിം. എന്താണ് കാണിക്കുന്നത്? സ്നേഹമുള്ള ആയുധം ഇവന് എനിങ്ങപ്പന് ഇവന്റെ പേരെന്താ? ഗെയിം 1 2 1 2 4 ചേർത്തിട്ട് കൈ വെക്കട്ടെ. ആവശ്യത്തിന് വരാൻ പറ്റില്ല. എന്തുള്ള പരിപാടിയാ? ലോക്ക് ചെയ്യണ പുറത്ത് എടുക്കട്ടെ. എന്തുള്ള പരിപാടിയാ? ദുഷ്ട ദുഷ്ടനാണ്, നമ്മളെ പറ്റിക്കാനായിരിക്കണം. എന്നാ അവനെ കൊന്നിട്ടുണ്ടോ? അതിൽ ഇത്ര ധൈര്യം നമ്മളെ തകഞ്ഞിട്ട് കൂടെ നമ്മളെ കൂട്ടിയിട്ടിരിക്കണം. ചത്തിട്ടെ അവൻ ചാവും. നീ ചാവും മോനെ, നീ ചാവും. കുറെ നേരം കഴിഞ്ഞിട്ട് ചാവ് 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 നമ്മളിലേക്കും ചാവ് 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 എനിക്ക് ഇത്ര ധൈര്യ. അവന്റെ ബുദ്ധി കൊള്ളാം. നമ്മ വിളിക്കോ സ്ഥിരം അടിച്ചിട്ട് അവൻ കൊള്ളാം. ഇതെന്നെയും ചാവില്ല.
അവനോട് വല്ലാത്തൊരു ചോദ്യം ചെയ്ത് നമ്മളടുത്ത് ഒളിച്ചിരുന്നേക്കാം നമുക്ക്. നമ്മളെ കാണുണ്ടാവും പച്ചത് നേരത്തെ ഉണ്ട് മനസ്സിന് പ്രാള പോലെ തോന്നിക്ക് വേറെ ഞാൻ ഒളിച്ചിരുന്നത്. എൻ്റെ പേര് നീണ്ട് കൊണ്ട് വരുന്നുണ്ട്. ഓടുന്നു ഞാനിപ്പോ ഒന്നും ഉണ്ടാക്കണം. നിങ്ങളെന്താ ഫൈറ്റ് ഒക്കെ കാണും. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെക്കുന്നില്ല. അഞ്ചേണ്ട സംസാരിക്കാം. എന്നാലും വല്ലാത്തൊരു ചാദ്യം ചെയ്തു കേട്ടാ. പോടാടുന്നു പോടാ എന്നെ 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 തട്ടാറായടാ. എന്നെ അവനവിടുന്ന് ഉച്ചീലും പോച്ച് കൂട്ടിയിട്ടിട്ട് അവന് തടുക്കുക. പോടാ അല്ല ഇക്കടാടെ ഇടിച്ച് നമുക്ക് അതിൻ്റെ ഒപ്സി എടുത്ത് കേട്ടാ. ഓക്കെ നമുക്ക് അവനെ അവിടെ പറ്റില്ല. അവനെ പറ്റില്ല. ഓക്കെ അവൻ നമ്മളതിനെ അടിച്ച് കൂടുതൽ അവനെ നമുക്ക് പറഞ്ഞു കൊടുത്താം. നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് മണ്ണില്ല അല്ലേ നോക്കാം. ഓക്കെ എവിടെ ഇപ്പൊ പോയല്ലേ ജോബായിട്ടോ മൊത്തം പോയി. എൻ്റെ ജീവിതം വീട്ടിൽ കിട്ടാം. നമുക്ക് ഇവൻ്റെ അകത്തിരിക്കണ്ട്. ഇത് തന്നെ ചാവും. വെയിറ്റ് പൊട്ടാ പൊട്ടിക്കാത്ത ഇതൊന്നും പെട്ടാ പെട്ടെന്ന് തോട്ടം പൊട്ടി. ഓക്കെ പൊട്ടിന് പൊട്ടിക്കാനില്ല. അതിൻ്റെ തോട്ടം പൊട്ടിക്കൊണ്ടിരിക്കുക. അതിനാവശ്യം നമ്മേനും ചൊറിഞ്ഞതോ ആവശ്യ ഇത് പൊട്ടിക്കാൻ വെച്ചിട്ടുള്ളോ. എന്തായി എന്നിട്ട് കുടിയുണ്ടോ. നമുക്ക് ഇവിടെ നിന്നിട്ട് പൊട്ടിച്ചേക്കാം. അതിൻ്റെ അത്യാവശ്യം ഞാനും പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ഇതവിടെ എൻ്റെ ഫസ്റ്റ് കൈ പൊട്ടുന്നു. അല്ല ഞാൻ ആവശ്യ പൊട്ട് എവിടെയാ വെക്കി പൊട്ട്
നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. എനിക്ക് തുമ്പ് പോകത്തില്ല അതിനകത്ത്. തുമ്പ് പറയാനായിട്ട് ആര് ചേച്ചി മനസ്സിലായില്ല. അവര് ബെഡ് വാഷും കൊടുത്തത് ഞാൻ ഈ സെർവറിന്റെ ബെഡ് വാഷ് കൊടുക്കുന്നു. എനിക്കൊരു വേറെ സെർവറുണ്ട്, പീക്ക പറഞ്ഞിട്ട് സെർവർ. അതിൻ്റെ അകത്ത് നമുക്ക് ബെഡ് വാഷ് കൊടുത്തിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് നിർത്താം. നമുക്ക് ഭയങ്കര ലോങ് ഫീൽ തോന്നും ഇന്നത്തെ എപ്പിസോഡ്. ഒരു ബെഡ് വാഷ് കൊടുത്താൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് കത്ത് വേറെ കുറേ ഇട്ടിരുന്നു, പക്ഷെ അത് കൊളായിപ്പോയി. സെർവർ ലോസ്റ്റ് ആയിട്ട് അങ്ങനത്തെ ചില കാരണങ്ങളൊക്കെ. ഓക്കെ, നേരെ ബെഡ് വാഷിലോട്ട് പോകാം. ഒരു പ്രാവശ്യം നമുക്ക് ബെഡ് വാർസ് വെച്ചിട്ട് നിർത്താം. ആകെ വയ്യ, കുറേ നേരം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇങ്ങനെ പാളിക്കൊണ്ടേ ഇരിക്കുന്നു ഓരോന്നും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ. അത് കട്ടുകാരില്ല. ഇനി ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് ബ്ലൂ മതി. ക്ഷീണിച്ചിരുന്നിരുന്നിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് ബെഡ് ബോക്സ് ഒന്ന് വന്നാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ. കുറേ നേരം ഞാൻ ഇവിടെ വന്ന് ഇരുന്നിട്ട് ചെയ്യുന്നത്. ഞാൻ ഇത്ര 4 മണി തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാ. കുറേ നേരമായി. 2 മണിക്കൂർ പോയി. 2 മണിക്കൂർ തോന്നുന്നു. നമുക്ക് ഈ നേരം കൊണ്ട് ഇത് നിർത്തിക്ക് വരെ ഇവിടെ സൂചി അതുകൊണ്ട് വേഗം ഈ ജലദോഷം ഉള്ളത് കാരണം എനിക്ക് അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. മൈൻഡ് ചെയ്യണ്ട. അയ്യോ ബെസ്റ്റ്. ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ പോയിക്കോട്ടാ. ഓരോന്ന് വന്നോളൂ.